അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ പതിവാക്കിയാൽ ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളും അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഹദ്ദാദ് റാത്തീബിൽ അടങ്ങിയിട്ടുള്ള സൂറത്തുകൾ, ആയത്തുകൾ, ദിക്റുകൾ, ബൈത്തുകൾ, ഇത് ഓരോന്നിൻ്റെയും മഹത്വങ്ങൾ വേർതിരിച്ച് വിശദീകരിക്കാൻ തുടങ്ങുകയാണ്. ഹദ്ദാദ് റാത്തീബ് തുടങ്ങുന്നത് തന്നെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളിൽ നിന്ന് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. ഖുർആനിൽ നിന്ന് 114 സൂറത്തുകളിൽ നിന്ന് ഒരു വിശ്വാസി തെറ്റുകൂടാതെ പഠിച്ചിരിക്കൽ നിർബന്ധമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തില്ലാതെ നിസ്കാരം സ്വഹീഹാവൂലല്ലോ. അപ്പോൾ അത് നിർബന്ധമായും പഠിക്കൽ അനിവാര്യമായ ഒരു സൂറത്ത് കൂടെയാണ്. ഈ സൂറത്ത് കൊണ്ടാണ് ഹദ്ദാദ് റാത്തീബ് ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് പറഞ്ഞത്, ഫാത്തിഹത്തുൽ കിതാബി തഅദിലു ബിസുലുസയിൽ ഖുർആൻ. ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ 2/3 കടപിടിക്കുന്നതാണ്. 2/3 സമാനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹ ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് ഒരാൾ ഓതിയാൽ ആ ദിവസം ആ വീട്ടുകാർക്ക് ജിന്നിൻ്റെയോ മനുഷ്യന്മാരുടെയോ കണ്ണേറുകൾ, അത്തരത്തിലുള്ള പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏൽക്കുകയില്ല, ഉണ്ടാവുകയില്ല എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും മഹത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണ് ഉള്ളത്. 156 അക്ഷരങ്ങളാണ് അതിൽ ഉള്ളത്. ഈ 7 ആയത്തുകളിൽ 156 അക്ഷരങ്ങളെ കൊണ്ട് ഉള്ള ഈ സൂറത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത വിജ്ഞാനങ്ങളുടെ കലവറയും കേന്ദ്രവുമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. മഹാനായ ഇമാം ശഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വഖദ് ഇസ്തഖ്റജ അഖീ അഫ്ളലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, എൻ്റെ സഹോദരനാകുന്ന അഫ്ളലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നവർ പുറപ്പെടുവിച്ചു, അവർ കണ്ടെത്തി, മിൻ സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിൽ നിന്ന് 200 അൽഫി ഇൽമിൻ വനൈഫൻ വ 40 അൽഫി ഇൽമിൻ, 2,1040 ചില്ലാനം അറിവുകൾ ഫാത്തിഹ സൂറത്തിൽ നിന്ന് എൻ്റെ സഹോദരൻ കണ്ടെത്തി. ഈ ഒരു ചെറിയ സൂറത്തിൽ അടങ്ങിയ വിജ്ഞാനങ്ങൾ 1,00,000-ൽ അധികമാണ്. അത് അറിയുന്നവർക്ക് അറിയും, അറിയാത്ത നമ്മെപ്പോലത്തെ ആളുകൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അത്ഭുതകരമായ ഓരോ അക്ഷരങ്ങളിലും ഓരോ വേർഡുകളിലും ആയിരക്കണക്കിന് വിജ്ഞാനങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. മഹാനായ അത്വാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം, ഇദാ അറത്ത ഹാജത്തൻ, ഓ മനുഷ്യ, നീ എന്തെങ്കിലും ഒരു ആവശ്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിനക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, അനക്കെന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ,
ഫഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ നീ ഓതിക്കോ, ഹത്താ തഖ്തിമഹ, അത് പൂർത്തിയാക്കി ഓതിക്കോ. എന്നാൽ തുഖ്ലാ ബി ഇദ്നില്ലാ, അള്ളാൻ്റെ ഇതിന് കൊണ്ട് നിൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും, സാധിച്ചു കിട്ടും. പ്രയാസത്തിന്, വിഷമത്തിന്, ബുദ്ധിമുട്ടിന് എല്ലാറ്റിനും പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ. ആത്മാർത്ഥമായി നിബന്ധനകളൊക്കെ ഒത്ത് പോരായ്മകളൊന്നും ഇല്ലാത്ത നിലക്ക് സൂറത്തുൽ ഫാത്തിഹ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സാധിച്ച് കിട്ടും എന്നാണ് നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. രോഗങ്ങൾക്ക് ഇത് വലിയ ശമനമാണ്. മാത്രമല്ല, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ നമ്മളൊക്കെ സാധാരണഗതിയിൽ ഓതുന്ന ആളുകളാണ്, പതിവാക്കുന്ന ആളുകളാണ്. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ അഖദ അഹദുക്കും മൽജഅഹു ലിയർഖുദ, ഒരാൾ ഉറങ്ങാനും വേണ്ടി കിടപ്പറയിലേക്ക് പ്രവേശിച്ചു, എന്നാൽ ഫൽയഖ്റ ബി ഉമ്മിൽ കിതാബ്, അവൻ ഫാത്തിഹ സൂറത്ത് ഓതട്ടെ, സൂറത്തിൻ, മറ്റു സൂറത്തുകളും ഓതട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫഇന്നല്ലാഹ യുവക്കിലു ബിഹി മലക്കൻ യഹുബ്ബു മഅഹു ഇദാ ഹബ്ബ, ഫാത്തിഹ സൂറത്ത് ഓതി കിടന്ന് ഉറങ്ങുന്ന മനുഷ്യൻ്റെ കൂടെ ഒരു മലക്കിനെ അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കും. ഈ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണരുന്നത് വരെ അവന് ആവശ്യമായ എല്ലാ സംരക്ഷണങ്ങളും നൽകാനും വേണ്ടി ഒരു മലക്കിനെ തന്നെ അല്ലാഹു തആല ഈ മനുഷ്യന് നിശ്ചയിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, സബാനിയാക്കളാകുന്ന മലക്കുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്താകുന്ന ബിസ്മി വളരെയേറെ ഫലപ്രദമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസിലൂടെ പറയുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യുനജ്ജിയഹുല്ലാഹു മിനസ് സബാനിയത്തി 19, 19 സബാനിയാക്കളിൽ നിന്ന് ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഉദ്ദേശമുണ്ടെങ്കിൽ, ഫൽയഖ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഓതട്ടെ. ബിസ്മിയിൽ 19 അക്ഷരങ്ങളാണുള്ളത്. ബിസ്മിയിലുള്ള ഓരോ അക്ഷരങ്ങൾക്കും പകരം ഓരോ സബാനിയാക്കളിൽപ്പെട്ട മലക്കിൽ നിന്നും ഈ മനുഷ്യന് അല്ലാഹു തആല സംരക്ഷണം നൽകും, പ്രൊട്ടക്ഷൻ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട്, നൂറുകണക്കിന് ഹദീസുകളും സംഭവങ്ങളും സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഹദീസുകളിലൂടെയും മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഫാത്തിഹ സൂറത്ത് കൊണ്ടാണ് നമ്മുടെ ഹദ്ദാദ് റാത്തീബ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനുള്ള അറിവ് നമുക്കൊക്കെ അവൻ്റെ ഔദാര്യമായി നൽകുമാറാകട്ടെ. ഏതൊരു ഇബാദത്തും ചെയ്യുമ്പം അല്ലെങ്കിൽ ചൊല്ലുമ്പം അതുമായി ബന്ധപ്പെട്ട അറിവുകൾ നാം കരസ്ഥമാക്കി അത് ചെയ്യുമ്പം അല്ലെങ്കിൽ ചൊല്ലുമ്പം കൂടുതൽ അതിനോട് താല്പര്യം ഉണ്ടാകാനും ആത്മാർത്ഥത ഉണ്ടാകാനൊക്കെ കാരണമാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴായി ആവർത്തിച്ച് ഓതപ്പെടുന്ന സൂറത്താണ്. ചെറിയ സൂറത്തായതുകൊണ്ടും ആവർത്തിച്ച് ഓതപ്പെടുന്ന സൂറത്തായതുകൊണ്ടും ഒരിക്കലും നമ്മളതിനെ ചെറുതായി കാണരുത്.
ഇത്രമാത്രം പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ നിന്ന് മഹത്വങ്ങൾ വിശദീകരിക്കപ്പെട്ട, പുണ്യങ്ങൾ വിശദീകരിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നുബുവത്തിൻ്റെ നാവിലൂടെ വിശദീകരിക്കപ്പെട്ട ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും മഹത്വങ്ങളുടെ കേന്ദ്രമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നാം ധാരാളം പഠിക്കണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിയണം. നമ്മുടെ അറിവുകളെ നാം വികസിപ്പിക്കണം, നമ്മുടെ അറിവുകളെ നാം വർദ്ധിപ്പിക്കണം. അതിന് എവിടെ നിന്നെല്ലാം നമുക്ക് വിജ്ഞാനം ശേഖരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമോ അതൊക്കെ നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിആയ ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ഓർമ്മശക്തി നൽകുമാറാകട്ടെ, ബുദ്ധിശക്തി നൽകുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ ശുപാർശ ചെയ്യുന്ന വിജയികളിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ജീവിതകാലത്തും സക്രാത്തിൽ കിടക്കുന്ന മരണസമയത്തും ഖബറിൽ കിടക്കുന്ന സമയത്തും വിചാരണയുടെ സമയത്തും സിറാത്തുപാലം വിട്ടുകിടക്കുന്ന സമയത്തൊക്കെ അള്ളാഹു നമുക്ക് അവൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.